ഇറ്റാലിയൻ നാവികന് ഡെങ്കിപ്പനി ബാധിച്ച സംഭവം ഇറ്റലി നിയമ പോരാട്ടത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് അഭിഭാഷക സംഘത്തിന്റെ മുന്നറിയിപ്പ്. അധികാര പരിധി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അനെക്സ് 7 ട്രൈബ്യൂണലിനെ സമീപിക്കുമ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നാവികനെ വിട്ടയക്കാൻ ഇറ്റലി പ്രത്യേക അപേക്ഷ നൽകിയേക്കും. അതുകൊണ്ട് ആവശ്യമായ മെഡിക്കൽ രേഖകൾ ശേഖരിക്കണമെന്നാവശ്യപ്പെട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. കടൽക്കൊലക്കേസിലെ ഇന്ത്യയിലെ നിയമ നടപടികൾ നിർത്തിവയ്ക്കാൻ ഹാംബർഗിലെ അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ ഉത്തരവിട്ട് ദിവസങ്ങൾക്കകമാണ് ഇന്ത്യയിൽ കഴിയുന്ന നാവികൻ സാൽവത്തോറെ ജിറോണിനെ ഡെങ്കിപ്പനി പിടിച്ചത്. ജിറോണിനെ ഇറ്റലിയിൽ പോകാൻ അനുവദിക്കണമെന്ന ഇടക്കാല ആവശ്യം ട്രൈബ്യൂണൽ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇറ്റലി പുതിയ വാദങ്ങൾ ഉന്നയിക്കാനാണ് സാധ്യത. കേസിൽ നിയമപരമായ അധികാരം ആർക്കെന്ന് നിലവിൽ വിധി പ്രസ്താവിച്ച ട്രൈബ്യൂണലിന്റെ ഉപരിസമിതിയായ അനെക്സ് 7 ട്രൈബ്യൂണലാണ് നിശ്ചയിക്കുക. ട്രൈബ്യൂണലിൽ സമർപ്പിക്കുന്ന ഹർജിക്കൊപ്പം ചികിത്സാർത്ഥം നാവികനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് ഇറ്റലി പ്രത്യേക അപേക്ഷ ഫയൽ ചെയ്തേക്കാം. അതിനെ നേരിടാൻ കരുതിയിരിക്കണമെന്നും മെഡിക്കൽ രേഖകൾ ശേഖരിക്കണമെന്നുമാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ PS നരസിംഹയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചുവെന്ന വിവരമല്ലാതെ പരിശോധനാ ഫലമോ മറ്റ് വിശദാംശങ്ങളോ നിലവിൽ ഇന്ത്യയുടെ പക്കലില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. കേസ് പരിഗണിക്കുന്നതിനായി അനെക്സ് 7 ട്രൈബ്യൂണൽ 5 ബെഞ്ചിന് രൂപം നൽകുന്നതേയുള്ളൂ. പരമാവധി 4 മാസത്തിനകം വാദം പൂർത്തിയായി അന്തിമ വിധി വരുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. അതിനിടെ നാവികനെ വിട്ടയക്കേണ്ട സാഹചര്യമുണ്ടായാൽ നിയമ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനാകും ഇറ്റലിയുടെ ശ്രമം. എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി.